ഹലോ ഫ്രണ്ട്സ്, ഞാനിവിടെ പരിചയപ്പെടുത്താൻ വന്നത് മഷി ടാക്കിൾസിനെ പറ്റിയാണ്. മഷി ടാക്കിൾസിനെ പറ്റി അത്യാവശ്യം ആൾക്കാർക്ക് അറിയാം. എന്നാലും ഞാനൊരു ഇൻട്രഡക്ഷൻ ഇതിനെ പറ്റി കാണിക്കുമ്പോൾ അത്യാവശ്യം എല്ലാവർക്കും മനസ്സിലാവും. ഇതാണ് മഷി ടാക്കിൾസിൻ്റെ ഗോട്ടോ എന്ന് പറഞ്ഞ ഫ്രോഗ്. അത് നമുക്കിവിടെ സ്റ്റോക്ക് ഔട്ട് ആയി പോയിട്ട് ഇപ്പം വീണ്ടും സ്റ്റോക്കിനായിട്ടുണ്ട്. അത്യാവശ്യം ഉപയോഗിച്ചേക്കണവർക്ക് അറിയാം, ആര് വലിച്ചാലും മീൻ കിട്ടും. കാര്യം എന്ന് വെച്ചാൽ നമ്മളായിട്ട് ഇതിനൊരു ആക്ഷനും കൊടുക്കണ്ട, വെറുതെ കാസ്റ്റ് ചെയ്യുക, വെറുതെ വലിച്ചത്. അപ്പോൾ അവർ റബ്ബർ ഫ്രോഗ് ഇറക്കി. അതും റബ്ബർ ഫ്രോഗ് ഇറക്കിയത് മാത്രമല്ല, ഹാൻഡ് മെയ്ഡാണ്. അതുകൂടാതെ ഇതിൻ്റെ റബ്ബർ ക്വാളിറ്റി, കളേഴ്സ്, റബ്ബർ ക്വാളിറ്റി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പെർഫെക്റ്റ് ഇതല്ലേ, ഭയങ്കര റബ്ബറാണ്, നല്ല സോഫ്റ്റ്. പിന്നെ മസ്റ്റാർഡിൻ്റെ ഹുക്കാണ്. മസ്റ്റാർഡിൻ്റെ ഹുക്കിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് വെച്ചാൽ കനം ഭയങ്കര കുറവാണ്. കനം കുറവായതുകൊണ്ട് പെട്ടെന്ന് ഹുക്കപ്പ് ആകാനുള്ള സാധ്യത കൂടുതലാണ്. പിന്നെ ഇതിൻ്റെ ഓണറിനോട് ഞാൻ ചോദിച്ചു എന്തുകൊണ്ടാണ് ഈ സ്പിന്നർ ഇത്ര ചെറുതിട്ടേക്കണതെന്ന് ചോദിച്ചു. ഡബിൾ സ്പിന്നേഴ്സാണ് കേട്ടോ. എന്താണെന്ന് ചോദിച്ചപ്പോൾ പുള്ളി പറഞ്ഞ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്പിന്നറിൻ്റെ വലിപ്പം കൂടി കഴിഞ്ഞാൽ ലോങ് കാസ്റ്റിംഗ് കിട്ടില്ലെന്ന്, അതുകൊണ്ടാണ് ചെറുത്ത് വെച്ചേക്കണത്. അപ്പോൾ ഞാൻ പറഞ്ഞു അപ്പോൾ നോയ്സിനാണ് ഡബിൾ സ്പിന്നേഴ്സ് ഉപയോഗിച്ച് നോക്കുക, കൊടുക്കത്ത റിസൾട്ടാണെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ എന്തായാലും ഉപയോഗിച്ച് വീഡിയോ ഇടും. പക്ഷേ അതിനു മുമ്പ് നിങ്ങളെ കാണിക്കണേണ്. ചിലപ്പോൾ ഞാൻ വീഡിയോ ഇടുമ്പോഴത്തേക്കും ഇത് വിൽക്കാൻ ഉണ്ടാകാതെ വരും. അത്രയും ആൾക്കാർ ഇപ്പോഴേ എൻ്റെ അടുത്ത് വിളിച്ച് ചോദിക്കുന്നത്. കാര്യം നമ്മുടെ നാട്ടിൽ ഒരുമാതിരിപ്പെട്ട എല്ലാ ഫ്രോഗുകൾക്കും അടിഭാഗം വൈറ്റൊക്കെ ആയിരിക്കും. ഇത് കണ്ടില്ലേ, ഇതിൻ്റെ എല്ലാ കളേഴ്സിൻ്റെയും പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫുൾ കളേഴ്സും സ്പോട്ടഡ് ആണ്. മറ്റേ സിന്ദൂരമല്ല, പൊട്ടൊക്കെ തൊട്ടിട്ടുണ്ട്. തവളയുടെ കണ്ണൊക്കെ ചാടി പുറത്തേക്ക് വന്നിട്ടുണ്ട്. അതേപോലെ തന്നെ കളേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ പിങ്കിനെ പറ്റി പറയേണ്ട കാര്യമില്ല. പിങ്കിനെ പറ്റി അറിയാവുന്നവർക്കറിയാം. പിങ്കിൻ്റെ പ്രത്യേകത ഒരു സ്പെഷ്യാലിറ്റി ഉണ്ട്, നല്ല അട്രാക്റ്റീവാണ്. അങ്ങനെ അധികമായിട്ട് കാണാത്തതുകൊണ്ട് പിങ്ക് ലേഡീസ് കളർ ആയതുകൊണ്ട് തന്നെ നമ്മുടെ ഇവിടെ എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞാൽ അതുകൊണ്ട് ആൺബ്രാലുകൾ പെട്ടെന്ന് ഇതിൽ പിടിക്കുമെന്ന് പറഞ്ഞത്. അതുപോലെ തന്നെ എല്ലാ കളേഴ്സും ഒരുമാതിരി ഭയങ്കര അട്രാക്റ്റീവ് ആയിട്ടുള്ള കളേഴ്സാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. കണ്ടില്ലേ, അതും എനിക്ക് ആ കളേഴ്സിനേക്കാളും അവരുടെ ആ മെയ്ക്കും അതിലുണ്ടാക്കിയിരിക്കുന്ന ഡോട്ട്സും അതിൻ്റെയൊക്കെ പെർഫെക്ഷൻ എല്ലാത്തിലും നിങ്ങൾക്ക് ഇത് കറക്റ്റ് നോക്കിയാൽ മനസ്സിലാവും. ഇത് നിങ്ങൾ കയ്യിൽ പിടിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് അതിൻ്റെ വ്യത്യാസം മനസ്സിലാവും. എന്തൊരു ഫിനിഷിംഗ് ആണെന്ന് പറയാം. ഹാൻഡ് മെയ്ഡായിട്ട് വരെ അത്രയും ക്വാളിറ്റിയിലാണ് അവർ ചെയ്തേക്കണെല്ലാം. ഇത് കാണിച്ചു തരാം. അതും ഇതിൻ്റെ വെയിറ്റ് വന്നിരിക്കുന്നത് ഈ ഇത്രയും ചെറിയ തവളക്ക് ഏകദേശം 6.5 ഗ്രാം വെയിറ്റും അതേപോലെ 3.7 സെൻറ്റിമീറ്ററിലാണ് ഈ ഹുക്ക് വന്നിരിക്കുന്നത്. റബ്ബർ ക്വാളിറ്റി കണ്ടില്ലേ, ഇതേ കണ്ട. നമ്മുടെ ഇവിടെ ഒരുപാട് ടൈപ്പ് ചൂണ്ടക്കാരുണ്ട്. എല്ലാവർക്കും തന്നെ ഏത് രീതിയിൽ ഉപയോഗിച്ചാലും മീൻ കിട്ടാൻ ചാൻസ് ഉള്ള രീതിയിലുള്ള ഒരു ഫ്രോഗാണിത്. ഇതേതല്ല ഈ കളറൊക്കെ. പിന്നെ ഇതിനെപ്പറ്റിയൊന്നും ഞാൻ പറയേണ്ട കാര്യമില്ല. ഈ കളർ തന്നെ ബ്ലാക്ക്, അടിഭാഗം ബ്ലാക്ക്, മുകളിൽ കണ്ടില്ലേ കോമ്പിനേഷൻ കണ്ടില്ലേ. അതേപോലെ ഇത് കണ്ടില്ലേ, ഈ നീലക്കൊക്കെ ഭയങ്കര ഡിമാൻഡാണ് കേട്ടോ. അതേപോലെ തന്നെ ഗ്രീനും ഡിമാൻഡ് കുറവൊന്നുമില്ല. പക്ഷേ ഈ തവളയുടെ എല്ലാത്തിനും മറ്റേ കണ്ണ് തള്ളി പുറത്തേക്ക് വന്നെങ്ങനെയാണ്. അതുപോലെ തന്നെ ഗോപിയൊക്കെ ഉണ്ട്, പൊട്ടൊക്കെ ഉണ്ട്. അതിൻ്റെ ആ ഡിസൈനിങ് എല്ലാത്തിനും ഹാൻഡ് മെയ്ഡാണ്. അത് നിങ്ങൾ ഈ റബ്ബറെ പിടിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇതിൻ്റെ ക്വാളിറ്റി എന്താണെന്ന്. പിന്നെ അത്യാവശ്യം നല്ല കാസ്റ്റിംഗ് കിട്ടും. ഞാനിപ്പോൾ കുറച്ച് നേരത്തെ പറഞ്ഞ പോലെ തന്നെ സ്പിന്നറിൻ്റെ കുറവ്. പിന്നെ സ്പിന്നർ ചെറുതാണെന്ന് പറഞ്ഞ് നോയ്സ് ഇല്ലാതെയൊന്നുമില്ല, നോയ്സൊക്കെ ഉണ്ട്. അപ്പോൾ സ്പിന്നറിൻ്റെതായ പണിയെടുക്കുമ്പോഴത്തേക്കും നല്ല നോയ്സ് വെള്ളത്തിൽ കിട്ടും. കാസ്റ്റിംഗ് സാധാ ഫ്രോഗിനേക്കാളും കൂടുതൽ കിട്ടും. അപ്പോൾ താല്പര്യമുള്ളവർ എത്രയും വേഗം വിളിച്ചോളൂ. വളരെ കുറച്ച് ക്വാണ്ടിറ്റിയുള്ള എല്ലാവരും 3 പീസ് 4 പീസ് വെച്ചൊക്കെ ഞാൻ എടുത്തിട്ടുള്ളത്. നിങ്ങളൊന്ന് പരിചയപ്പെടുത്താമല്ലോ എന്ന് ചോദിച്ചെടുത്താൽ നമ്മുടെ മാർക്കറ്റിൽ അധികം വരാത്ത കൊണ്ടാണ്. അപ്പോൾ ആരെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ വിളിച്ചോ. ഓക്കെ, ബൈ.